പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷാവസ്ഥ ഇന്ത്യക്ക് വെറും അന്താരാഷ്ട്ര വാർത്തയല്ല. അത് ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സമൂഹം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യ ശക്തിക്കും വലിയ സംഭാവന നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയും ക്ഷേമവും കേന്ദ്ര സർക്കാരിന് സുപ്രധാന ഉത്തരവാദിത്വമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി കേന്ദ്ര മന്ത്രിസഭാ സമിതി ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സമിതി യോഗം ഗൾഫ് രാജ്യങ്ങളിലെ അടക്കം നിരവധി സാഹചര്യം വിലയിരുത്തി. ഫെബ്രുവരി 28-ന് ഇറാനിലുണ്ടായ വ്യോമാക്രമണവും അതിനുശേഷം സംഘർഷം വ്യാപിച്ചതും ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുള്ള ഇറാന്റെ ആക്രമണവും അടക്കം യോഗം ചർച്ച ചെയ്തു. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയിൽ യോഗം അതീവ ആശങ്ക അറിയിച്ചു. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെയും വിമാനയാത്രക്കാരുടെയും പ്രതിസന്ധി യോഗം ചർച്ച ചെയ്തു. വിഷയത്തിൽ പരിഹാര നടപടികൾക്ക് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകി. ചർച്ചയിലൂടെ എത്രയും വേഗം സംഘർഷം പരിഹരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രിസഭ വിലയിരുത്തി. അതേസമയം കറാച്ചിയിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. കറാച്ചിയിൽ കുടുങ്ങിയ മലയാളികൾ ശ്രീലങ്കയിലേക്ക് വിമാനം കയറി. പാലക്കാട് സ്വദേശിയായ കൃഷ്ണദാസും ഭാര്യയും മകളുമാണ് കുവൈറ്റിലേക്കുള്ള യാത്രക്കിടെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ഇന്നലെ UAE പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. UAEക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യ UAE ഐക്യദാർഢ്യം അറിയിച്ചു. UAEയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരിലുള്ള കരുതലിന് മോദി നന്ദിയും അറിയിച്ചു. UAE പ്രസിഡന്റായ എന്റെ സഹോദരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സംസാരിച്ചു. UAEയിലുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ഈ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യ UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. UAEയിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തോടുള്ള കരുതലിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കൽ, സുരക്ഷ, സ്ഥിരത എന്നിവയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറിപ്പ്. ഇന്നലെ ഇറാൻ ഇസ്രയേൽ US സംഘർഷം രൂക്ഷമായെങ്കിലും പക്ഷം പിടിക്കാതെ കരുതലോടെയായിരുന്നു ഇന്ത്യയുടെ നീക്കം. ഈ സംഘർഷത്തിൽ രാജ്യം ആദ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് UAEക്കാണ്. ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭാ സമിതി അടിയന്തര യോഗം ചേർന്ന് സമഗ്ര അവലോകനം നടത്തിയത് സർക്കാർ വിഷയത്തെ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്നതിന് തെളിവാണ്. വെറും പ്രതികരണ രാഷ്ട്രീയമല്ല, മറിച്ച് മുൻകരുതലുകളും ദൗത്യപരമായ ഇടപെടലുകളും ഏകോപിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതായി കാണുന്നത്. ഇന്ത്യൻ എംബസി സജ്ജമായി പ്രവർത്തിക്കുന്നതും പ്രദേശത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നതും ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും സർക്കാർ പ്രവർത്തനക്ഷമതയുടെ ഭാഗങ്ങളാണ്. മുൻകാലങ്ങളിൽ യുദ്ധസമാന സാഹചര്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങളിലുമെല്ലാം ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല. അതേ ദൃഢനിശ്ചയത്തോടെയും സംഘടനാ ശക്തിയോടെയും ഇപ്പോഴത്തെ സാഹചര്യത്തെയും സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസം ഇതേസമയം ശക്തവുമാണ്. ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും ലോകരാഷ്ട്രങ്ങളുമായുള്ള സഹകരണവും ഇന്ത്യക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിർണായകമാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുന്ന രാജ്യമാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കുകയും പൗരന്മാരുടെ സുരക്ഷയെ പരമപ്രാധാന്യത്തോടെ കാണുകയും ചെയ്യുന്ന ഭരണരീതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന ഉറച്ച സന്ദേശം ഈ അവലോകന യോഗം നൽകുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഇന്ത്യൻ പൗരന്മാർ ഒറ്റപ്പെട്ടവരല്ല എന്ന് ഉറപ്പു നൽകുന്ന ഭരണമാണ് ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര സങ്കീർണമായാലും ഇന്ത്യക്കാരുടെ ജീവനും സുരക്ഷയും സംരക്ഷിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പ്രതിജ്ഞയായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ സംഘർഷാവസ്ഥയിലും ഇന്ത്യൻ സമൂഹം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം രാജ്യത്തിന്റെ നേതൃത്വം ജാഗ്രതയോടെയും പ്രതിബദ്ധതയോടെയും സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മോദിയുടെ കരുത്തിൽ